ഇന്ന് ഒരു സ്വാമി വിവേകാനന്ദൻ്റെ കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ അവധൂതരായിട്ട് നടക്കുന്ന സമയത്ത് ഒരിക്കൽ ഘോരമായിട്ടുള്ള വനത്തിൽ അദ്ദേഹം നടന്നു. ആ നടക്കുന്ന സമയത്ത് ഏകാന്തമായിട്ടാണ് അദ്ദേഹം നടന്നുകൊണ്ടിരുന്നത്. ആ ഏകാന്തതയിൽ അദ്ദേഹത്തിന് ഒന്നും വിശക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട് ഒരു വകുപ്പുണ്ടായിരുന്നില്ല. സ്വാമി വിവേകാനന്ദൻ്റെ കഷ്ടപ്പാടുകൾ ആരും അറിയുന്നില്ല. അത് അദ്ദേഹം അവധൂതനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ എപ്പോഴും അദ്ദേഹം ചിന്തിക്കും, ഞാൻ എപ്പോഴും ഭഗവത്ഗീതയിൽ പറഞ്ഞ ഒരു തത്വത്തെയാണ് വിശ്വസിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറഞ്ഞത് സതതം കീർത്തയൻ തോമാം. എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യോഗക്ഷേമം ഞാൻ നിർവഹിക്കുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് എപ്പോഴും അദ്ദേഹം ഓർത്തു. കാരണം ഒരു പിടി സാധനം പോലും അദ്ദേഹത്തിന് അത് കഴിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാനെ, എന്നെ പരീക്ഷിക്കാനല്ല, ഞാൻ ആ തത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിട്ട് ആ തത്വത്തിൽ വിശ്വസിക്കുമ്പോൾ എനിക്ക് ഒരു പരീക്ഷണ രീതിയിൽ ഞാൻ പറയുകയാണ്, ഭഗവാനെ എനിക്ക് ഒരു പിടി ആഹാരം തരൂ എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ഈ വിജനമായിട്ടുള്ള ഈ കാട്ടിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഭഗവാൻ എനിക്ക് എന്തെങ്കിലും ഫുഡ് തരൂ എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് അദ്ദേഹം നടക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് നടന്നപ്പോഴേക്കും ആരും അദ്ദേഹം കണ്ടിട്ടില്ല. പെട്ടെന്ന് ആരോ സ്വാമിജി സ്വാമിജി എന്ന് വിളിക്കുന്നത് കണ്ടു. അപ്പോൾ സ്വാമിജിയെ കണ്ടിട്ട് സ്വാമിജി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആട്ടിടയനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ വരുന്ന കണ്ടു. ആ ആട്ടിടയനെ കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നി എന്തിനാൾ വരുന്നത് എന്ന് തോന്നിയപ്പോഴേക്കും വീണ്ടും അയാൾ ഓടി വരാൻ തുടങ്ങി. ഒരു പൊതിയായിട്ട് ഇത് സ്വാമിജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പിടിച്ചോളൂ സ്വാമിജി, ഇത് സ്വാമിജിക്കുള്ള ഫുഡാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓടി വരാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹം ഒന്നും നോക്കാതെ ഒറ്റ ഓടാൻ തുടങ്ങി, മുമ്പോട്ട് ഓടാൻ തുടങ്ങി. മുമ്പോട്ട് ഓടിയ സമയത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ആ ഫുഡ് അദ്ദേഹത്തിനുള്ളതാണെന്ന് അറിയാമെങ്കിലും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വാമിജി ഓടാൻ തുടങ്ങി. ഈ ഫുഡായിട്ട് വരുന്ന ആൾ സ്വാമിജി നിൽക്കൂ, ഇത് സ്വാമിജിക്കുള്ള ആഹാരമാണെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് സ്വാമിജിയുടെ പുറകെ ഓടാൻ തുടങ്ങി. പക്ഷേ എന്നിട്ടും സ്വാമിജി നിന്നിട്ടില്ല. ഓടി കതച്ചപ്പോൾ സ്വാമിജി ഒരു മരത്തിൻ്റെ കീഴിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുഡായിട്ട് അദ്ദേഹം വരികയാണ്. അതായത് സ്വാമിജിക്ക് എത്ര നേരമായി ഞാൻ സ്വാമിജിക്ക് വിളിക്കുന്നത്, സ്വാമിജിക്ക് വിശക്കുന്നുണ്ടോ, ഈ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ആ വിജനമായിട്ടുള്ള കാട്ടിൽ സ്വാമിജിക്ക് വേണ്ടി ഈശ്വരൻ അയച്ച ഫുഡ് പോലെ ഭഗവത്ഗീതയിൽ പറഞ്ഞ മാതിരി യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞ മാതിരിയാണ് ഭഗവാൻ ആ ഫുഡ് അദ്ദേഹത്തിന് വേണ്ടി എത്തിച്ചത്. അങ്ങനെ ആ ഭഗവത്ഗീതയിലെ തത്വം ശരിയാണെന്ന് ഒന്ന് തെളിയിക്കാനും അത് സ്ഥാപിക്കാനുമായിട്ട് നമുക്ക് സാധിച്ചു. അത് സ്വാമി വിവേകാനന്ദൻ നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു. ഇനി വീണ്ടും ഞാൻ ഈ പരീക്ഷണം ചെയ്യില്ല ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. ഈ കഥയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്.